അബൂ ഖുബൈസ് മലയുടെ മുകളിൽ നിന്ന് അന്ന് ശത്രുക്കൾ നോക്കുമ്പോൾ അങ്ങ് മദീനയുടെ ഭാഗത്തു നിന്നൊരു വലിയ സംഘം യാത്ര ചെയ്തു വരികയാണ്. അവരാരാണെന്ന അവരുടെ ശങ്കകൾക്ക് അന്ത്യമാവുകയാണ്. 1000 വിളക്കുകൾ ഒന്നിച്ചു തെളിയുന്ന രാവിൽ മക്ക പ്രവാചകന്റെ കൈകളിലേക്ക് വന്ന ആ ദിവസങ്ങളിൽ പ്രവാചകൻ പറഞ്ഞ ഓരോ കാര്യങ്ങളെയും മുഖാവരണം ധരിച്ച ഒരു സ്ത്രീ ഇങ്ങനെ അംഗീകരിച്ചുകൊണ്ടിരിക്കുന്നു. ശരിയാണ്, നിങ്ങൾ പറഞ്ഞത് സത്യമാണെന്ന് സത്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ശബ്ദത്തിൽ നിന്ന് ആ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. നിങ്ങൾ ഹിന്ദല്ലേ? ഒരുപാട് ഓർമ്മകൾ പിന്നിലേക്ക് പോയി. ഹംസ റളിയല്ലാഹുവിനെ ചാട്ടുളി കൊണ്ടെറിഞ്ഞു കൊല്ലുകയും അദ്ദേഹത്തിന്റെ ശരീരത്തിലെ ഭാഗങ്ങൾ പുറത്തെടുത്ത് പിച്ചി ചീന്തുകയും ചെയ്ത ആ സ്ത്രീ മാപ്പപേക്ഷിച്ചപ്പോൾ പ്രവാചകൻ മാപ്പ് കൊടുത്തിട്ടുണ്ട്. എന്നാൽ പരലോകത്തൊരു രംഗം നോക്കൂ നിങ്ങൾ. യാ റബ്ബി ഇന്ന ഖൗമി ഇത്തഖദു ഹാദൽ ഖുർആന മഹ്ജൂറ. എന്റെ ജനങ്ങൾ ഈ ഖുർആനിനെ അവഗണിച്ചിരിക്കുന്നു റബ്ബേ. ഈ അവഗണന എന്താണ്? ഈ ഹജറാൻ എന്താണ് എന്ന് വിശദീകരിക്കുന്നിടത്ത് ഖുർആനിന്റെ അർത്ഥം പഠിക്കുന്നത് ഉപേക്ഷിക്കലും അതിന്റെ ആശയങ്ങളിലേക്ക് കടന്നു ചെന്നുകൊണ്ടുള്ള ചിന്തകൾ ഉപേക്ഷിക്കലുമാണ് തർക്കു തദബ്ബുരിഹി വ തഫഖുമിഹി എന്ന് തഫ്സീറുകൾ എഴുതി വെച്ചത് കാണാൻ കഴിയും. ഖുർആൻ പഠിക്കാൻ ലോകത്തെ 73 രാഷ്ട്രങ്ങളിലെ മലയാളികൾക്ക് സംവിധാനമൊരുക്കുന്ന അന്നൂർ എന്ന ഖുർആൻ പഠന സംരംഭം പീസ് റേഡിയോ പ്രക്ഷേപണം ചെയ്തതോടുകൂടെ ഞങ്ങൾക്ക് സമയമില്ല, സന്ദർഭം കിട്ടുന്നില്ല എന്നുള്ള എല്ലാ അർത്ഥത്തിലുമുള്ള പരാതികൾക്ക് പരിഹാരമായിരിക്കുകയാണ്. ഈ അന്നൂർ അടക്കമുള്ള സംരംഭങ്ങൾക്ക് ഈ റമദാനിൽ നിങ്ങളുടെ ഒരു ഓഹരി വേണം. പീസ് റേഡിയോ, ജമീൽ മീഡിയ സ്കൂൾ പോലത്തെ സംരംഭങ്ങളെ സഹായിക്കുന്ന ഘട്ടമാണിത്. നിങ്ങൾക്ക് പീസ് റേഡിയോ ഡൊണേറ്റ് ബട്ടൺ വഴി ആ ഒരു സഹായം നിർവഹിക്കാൻ കഴിയും. എല്ലാവരോടും ഈ സന്ദർഭത്തിൽ അത്തരമൊരു സഹായം അഭ്യർത്ഥിക്കുകയാണ്.